ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ സിലബസ് കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ തുടങ്ങിയാലോ? യെസ്. സോ കുറച്ച് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു 123/2023 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, 22/7/2024. അതായത് ജൂലൈ 22-നാണ്. ജൂലൈ 22 തിങ്കളാഴ്ചയാണ് പരീക്ഷ. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ചിലപ്പം ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇന്നലെയോ ഇന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് 22-ാം തീയതി മുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ മാസം 22, അതായത് മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. 11-ാം തീയതി വരെ സമയമുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 8-ാം തീയതി കിട്ടുന്നതായിരിക്കും. OMR പരീക്ഷ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ആയിരിക്കും. മിക്കവാറും ഓൺലൈൻ ആയിരിക്കില്ല, OMR തന്നെയായിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ദെൻ 90 മിനിറ്റ് ആയിരിക്കും പരീക്ഷ ഉണ്ടാവുക. നിലവിൽ 11,695 ആൾക്കാരുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ. ഇത് കുറയും, ഇത് ഏകദേശം ഒരു 3000 അടുപ്പിച്ചൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. കുറേ പേരൊന്നും അങ്ങനെ കൺഫർമേഷൻ കൊടുക്കില്ല, വേക്കൻസികളൊക്കെ കുറവാണ്. തന്നെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്നാൽ നല്ല ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പഴയ എക്സാമുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ. കാരണം ഈ എക്സാം നടക്കുന്നത് ഏത് സിലബസിലാണ്? യെസ്, അപ്പോൾ സിലബസ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. യെസ്, ഈ ഒരു പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ മുൻപ് ഇലക്ട്രിക്കൽ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് പരിചയമുള്ളതായിരിക്കും. KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതേപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് ഉണ്ടായിരുന്ന അതേ സിലബസ് തന്നെയാണ് അല്ലേ. ഒരു ഡിഗ്രി ലെവൽ ബിടെക്കുകാർക്ക് സാധാരണയായിട്ട് വരുന്ന ഒരു സിലബസ് തന്നെയാണ് ഇത്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്ന് 10 മാർക്ക്, മാഗ്നറ്റിക് സർക്യൂട്ട് അതിൽ നിന്നൊരു 10 മാർക്ക്, ദെൻ DC ജനറേറ്റർ, അതേപോലെ മെഷീൻസ്, മുഴുവൻ മെഷീൻസിൽ നിന്നൊരു 10 മാർക്ക്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 10 മാർക്ക്, ദെൻ പവർ സിസ്റ്റം 10 മാർക്ക്, കൺട്രോൾ സിസ്റ്റം 10, പവർ ഇലക്ട്രോണിക്സ് 10, മെഷർമെൻറ്റ് 10, സിഗ്നൽസിൽ നിന്ന് 10, ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് 10, അങ്ങനെ 10 ടോപ്പിക്കുകളിൽ നിന്നും 10 മാർക്ക് എന്ന രീതിയിലുള്ള ഒരു സിലബസാണ്. നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വരും കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ KSEB AEയുടെയും അതേപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ പരീക്ഷ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, PWD AEൻ്റെ ഒക്കെ പരീക്ഷ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള പരീക്ഷ തന്നെയാണ്. സോ അത്തരത്തിലുള്ള ഒരു പരീക്ഷ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ, ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നോട്ട്സ് കയ്യിലുണ്ടാവില്ലേ, അതെടുത്ത് വെച്ച് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, 1000-കണക്കിന് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യുക. ആ സമയത്ത് ആ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോർഷൻസ് ആണോ തെറ്റിയിട്ടുള്ളത്, ഏതൊക്കെ പോർഷൻസ് ആണോ നിങ്ങളുടെ പോയിട്ടുള്ളത്, അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഉറപ്പിക്കുക. ദെൻ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 മാസത്തോളം സമയമുണ്ട്. കുത്തിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ, നല്ല ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. ഇതിൽ വളരെ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇതുണ്ടോ, മാഗ്നറ്റിക് സർക്യൂട്ട് എന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് ഏകദേശം ഒരു 5 മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. മൈക്രോ പ്രോസസ്സറിൽ നിന്നൊരു 3 ചോദ്യമൊക്കെയാണ് വരാറ് കേട്ടോ, 3 to 4 ചോദ്യങ്ങളൊക്കെയാണ് വരാറ്. ദെൻ പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം ഒക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. മെഷർമെൻറ്റ് ഒരു ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് സാധാരണ വളരെ ഈസി ആയിട്ടാണ് വരാറുള്ളത്. ദെൻ ലാസ്റ്റ് പോർഷനിൽ നിന്ന് ട്രാൻസ്ഡ്യൂസർ, ഇല്യൂമിനേഷൻ, അതൊക്കെ ഒരു 6 മാർക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വരാറ്. ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് പഠിക്കണം. ദെൻ പവർ ഇലക്ട്രോണിക്സും വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറ്. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും അടുത്ത ദിവസം തന്നെ, ഇന്ന് തന്നെ ഞാൻ പറയും, ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് ഇതിൻ്റെ സിലബസ് വരുന്നത് കേട്ടോ. ഈ സിലബസ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കണ്ടിന്യൂ ചെയ്തു വരുന്ന സിലബസാണ്. സോ ആ സിലബസ് തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കും ഉണ്ടാവും. അപ്പോൾ അത്രയും പാർട്ട് ക്ലിയർ ആയില്ലേ? ദെൻ ഇനി എന്താണ് പറയാനുള്ളത്? ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ.
യെസ്, നിലവിൽ 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിന് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, 2014 റിപ്പോർട്ട് ചെയ്തതും 2021 റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള 2 വേക്കൻസികളാണ് നിലവിലുള്ളത്. വേക്കൻസികൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ നിൽക്കരുത്. കുറേ പേരൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പോസ്റ്റ് കിട്ടിയാലും വേറെ ജോബിലേക്കൊക്കെ പോവും. അതുകൊണ്ട് വേക്കൻസി നോക്കി നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയേ ചെയ്യരുത്. എന്ത് ചെയ്യുക, നല്ല സാലറി പാക്കേജൊക്കെയുള്ള ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. താല്പര്യമുള്ളവർ നന്നായിട്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അതിൻ്റെ കൂടെ നമ്മൾ സിലബസ് കൂടി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്